സംസാരിക്കും. സ്നേഹപൂർവ്വം ക്ഷണിക്കും. സുഹൃത്തുക്കളെ, ബാബു മലയിലിൻ്റെ സ്മരണയ്ക്ക് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം ജയശ്രീക്ക് അങ്ങേയറ്റം വികാരഭരിതമായ മനസ്സോടുകൂടി നിങ്ങൾക്കെല്ലാം വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ബാബുമലയിൽ എന്താണ്, എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എന്താണ് അനുഭവമായിട്ടും ഓർമ്മയായിട്ടും ബാബു എങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നു എന്നൊക്കെയാണ് പല വിധത്തിൽ ഇന്ന് ഇവിടെ നിറഞ്ഞു കവിഞ്ഞ ജനാവലിയുടെ മുമ്പിൽ ഓരോരുത്തരും അകമേ വിങ്ങിപ്പൊട്ടി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബു നമുക്കൊരു ഓർമ്മയായി ഇല്ലാത്ത വിധത്തിൽ ബാബുവിൻ്റെ ചൂടും ചൂരും നമ്മളിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. ബാബു സഞ്ചരിച്ച എല്ലാ നാടുകളിലെയും കൂട്ടായ്മയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ബാബു എങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, കേരള കാലത്തെക്കുറിച്ചൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു. ആ കാലത്തിൽ തന്നെയാണ് ഞാനും ബാബുവിനെ കാണുന്നത്. ബാബുവിൻ്റെ കൂട്ടുകാർ എൻ്റെയും കൂട്ടുകാരാണ്. ബാബുവിൻ്റെ സഖാക്കൾ എൻ്റെയും സഖാക്കളാണ്. കേരളോർമ്മയിലായിരിക്കുക, SFI ആയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ഒരു ആജന്മ മൈത്രി ആ വ്യക്തിയുമായിട്ട് ഞങ്ങൾക്കെല്ലാം ഉണ്ടാവും. ആ ഒരു ഓർമ്മയിലാണ് എല്ലാ അർത്ഥത്തിലും സഹോദരനായി ബാബു മലയിൽ എൻ്റെയും ജീവിതത്തിൽ കടന്നു വന്നത്. ബാബു മുമ്പിൽ നിൽക്കുന്ന ഒരാളല്ല, ബാബു ഒരു നായകൻ എന്ന് പറയാനാവില്ല. പക്ഷേ എല്ലായിടത്തും നയിച്ചു കൊണ്ടുപോയത് ബാബു തന്നെയാണെന്ന് പറയാം. ബാബുവിൻ്റെ താളം, മേളം, പാട്ട്, ആലാപനം എല്ലാം കൂടി ചേർന്നാണ് എല്ലാ പ്രസ്ഥാനങ്ങളെയും ഇഴചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. ബാബുവിനെ കുറിച്ചുള്ള ഒട്ടേറെ ഓർമ്മകൾ ഇവിടെ പങ്കുവച്ചു. ആ ഓർമ്മകളെല്ലാം ചേർത്തിട്ടാണ് സ്മരണിക വരാൻ വേണ്ടി പോകുന്നത്. ആ സ്മരണികയിലൂടെ ഇവിടെ പ്രകാശിപ്പിക്കപ്പെടാത്ത ബാബുവിൻ്റെ ജീവിതം കൂടി പറയും എന്നുള്ള കാര്യം തീർച്ചയാണ്. കേരളോർമ്മയിൽ ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്നു, മാഗസിൻ അവിടുത്തെ യൂണിയൻ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു, പലതലത്തിലും SFIയിൽ നിറഞ്ഞു നിന്നു. സമരമുഖങ്ങളിൽ നിന്ന ബാബുവിൻ്റെ ചിത്രമുണ്ട്. പോലീസിൻ്റെ മർദ്ദനമേറ്റ് അവർ കൊണ്ടുപോകുന്ന ബാബുവിൻ്റെ ചിത്രം ഇതിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട് മായാത്ത ഒരുപാട് ചിത്രങ്ങൾ. ശരിക്കും ബാബു ജീവിച്ച എല്ലാ നാടിൻ്റെയും ഒന്നിച്ചു ചേർന്ന ഒരു സ്നേഹാർച്ചനയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. മുഖം ഗ്രാമീണ നാടകവേദി ചേറ്റുപുഴ, നാട്ടുകലാകാരക്കൂട്ടം രംഗചേതന, പുരോഗമൻ കലാസാഹിത്യ സംഘം, പീപ്പിൾസ് തിയേറ്റർ, കരിന്തലക്കൂട്ടം, നന്മ കലാകാര കൂട്ടായ്മ, പാട്ടുകൂട്ടം, ഫോക്ക് ബാൻഡ് അമ്മാടം, ദൈവമക്കൾ, നാട്ടുപച്ച, കുറുക്കഞ്ചേരി, നാട്ടുയിര്, നാടക സൗഹൃദം, കലിപ്പ്, കേരളോർമ്മ കോളേജ് സഹാക്കൾ, അങ്ങനെ ആ പ്രവർത്തിച്ച ഇടങ്ങളെല്ലാം ചേർന്നാണ് ബാബുവിനെ ഓർക്കാൻ വേണ്ടി ഇവിടെ വന്നു ചേർന്നത്. അത് ഏറ്റവും അനുയോജ്യമായ ഒരാളെ ഏറ്റവും ആ വാക്ക് ബാബുമലയിലെ ജീവിതത്തെ, ബാബുമലയിലെ അരച്ചിലിനെ, കലാജീവിതത്തെ അതങ്ങനെ തന്നെ ചേർത്ത് വയ്ക്കാവുന്ന ജയശ്രീക്കാണ് ഈ പുരസ്കാരം നൽകുന്നതെന്നുള്ളതാണ് ഈ പുരസ്കാരം ഇന്ന് നൽകുന്നതിൻ്റെ ഏറ്റവും വലിയ ധന്യത. കഴിഞ്ഞ 35 കൊല്ലം, 3.5 പതിറ്റാണ്ട് കാലമായി എല്ലായിടത്തും പോയി. അതങ്ങേയറ്റ അലിഗഡ് മുതൽ പല സംസ്ഥാനങ്ങളിലുമായി കേരളത്തിൻ്റെ വിവിധങ്ങളായ ഗ്രാമങ്ങളിലൂടെ തൃശ്ശൂരിൻ്റെ എല്ലായിടത്തും ചെന്ന് ജയശ്രീ പാടിക്കൊണ്ടിരുന്നു, പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, പാട്ട് കൈമാറിക്കൊണ്ടിരുന്നു. പലയിടത്തും എനിക്ക് നന്നായിട്ട് അറിയാം. എവിടെ ചെന്നാലും ആ ഒരു കൂട്ടത്തിനൊപ്പം ജയശ്രീ മുമ്പിലുണ്ടാവും നാടൻപാട്ട് അവതരിപ്പിക്കാൻ. എനിക്ക് നല്ല തീർച്ചയുണ്ട് ആ ചെന്ന ഇടങ്ങളിൽ നിന്നെല്ലാം തിരിച്ച് വീട്ടിലെത്താനുള്ള ബസ് ചാർജ് പോലും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി തൻ്റെ കാലക്കഴപ്പുകളെയും വേദനകളെയും ക്ലേശങ്ങളെയും എല്ലാം മറന്നുകൊണ്ട് നാടൻപാട്ടിൻ്റെ തൃശ്ശൂരിലെ
ആദ്യകാല പ്രചാരകയായി ജയശ്രീ കേരളത്തിലെമ്പാടും സഞ്ചരിച്ചു, തൃശ്ശൂരിലും സഞ്ചരിച്ചു. ആ സഞ്ചാരത്തിനാണ് ഈ പുരസ്കാരം നൽകുന്നത്. ആ പുരസ്കാരം ജയശ്രീക്ക് നൽകുമ്പോൾ അത് തീർച്ചയായിട്ടും ചെന്ന് വീഴുന്നത് ബാബു മലയിലിൻ്റെ പാദങ്ങളിലാണ്. അത്രയും ചേർച്ചയുണ്ട് ആ ജീവിതത്തിൽ. അത്രേ പറയുന്നുള്ളൂ. ബാബു മലയിലിൻ്റെ അനശ്വരമായ ജീവിതം, എല്ലായിടത്തും പോരാടിക്കൊണ്ടിരുന്നു, എല്ലായിടത്തും കീഴടങ്ങാത്തവൻ്റെ കരുത്ത്, കീഴാളൻ്റെ കരുത്ത് കാണിച്ചും പ്രകടിപ്പിച്ചും കൊട്ടിപ്പാടിയും ഈ നാട് മുഴുവൻ ജീവിച്ച് തൻ്റെ ജീവിതം ഈ നാടിന് മുമ്പിൽ കലയ്ക്ക് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, സമരങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ബാബു മലയിലിൻ്റെ ഓർമ്മയിലുള്ള പുരസ്കാരമാണ് ഇന്നിവിടെ സമർപ്പിക്കപ്പെട്ടത്. ഈ ഓർമ്മ നമ്മുടെ ഉള്ളിലെല്ലാം പറ്റിപ്പിടിച്ച് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ വേദന നമുക്കുണ്ട്. മരണവാർത്തയാണ് നമ്മൾ മിക്കവാറും പേരറിഞ്ഞത്. അതിന് നടുക്കത്തിൽ നിന്ന് നമ്മളാരും മോചിതരായിട്ടുമില്ല. ഇനി വരും വർഷങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകട്ടെ. ബാബുവിൻ്റെ അമരസ്മരണ ഈ കലാകൾ അവതരിപ്പിക്കാൻ വേണ്ടി പോയി നിർത്തുന്നതെല്ലാം തിരസ്കാരങ്ങളും കയ്പും അനുഭവിച്ചിട്ടും എത്ര കിട്ടിയിട്ടും അതിൽ തന്നെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന എല്ലാ കലാകാരർക്കുമുള്ള പ്രചോദനമായി തീരട്ടെ. ബാബുവിൻ്റെ ഓർമ്മയിലേക്ക് കൂടുതൽ കൂടുതൽ കലാകാരന്മാർ വരട്ടെ. ബാബുവിൻ്റെ പോരാട്ട ജീവിതം എല്ലാവർക്കും പ്രചോദനമാവട്ടെ. CPIM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബാബുവിനെ സംബന്ധിച്ച് നിരവധി ഓർമ്മകൾ വിവിധ ആളുകൾ പങ്കുവച്ചു കഴിഞ്ഞു. പാർട്ടിയുമായുള്ള അടുപ്പവും അതിലുപരി അയൽവാസി ഒരേ കേന്ദ്രത്തിൽ എന്നു രാവിലെ ഒത്തുകൂടുന്ന ചില കൂട്ടായ്മകളൊക്കെയുള്ള ആളുകളാണ് ഞങ്ങൾ. 94-95 കാലഘട്ടത്തിലൊക്കെ ഞാൻ കലാസമിതിയുടെയൊക്കെ ഒരു ഭാരവാഹിയിരിക്കുന്ന ഘട്ടത്തിൽ ബാബു ഉൾപ്പെടുന്ന നിരവധി ആളുകൾ, ഇപ്പോൾ പോൾസേട്ടനും ഗണേശേട്ടനും ഉൾപ്പെടുന്ന നിരവധി ആളുകൾ അവിടെ നാടക റിഹേഴ്സൽ ക്യാമ്പുകളും നാടൻപാട്ടുകളുമായി നേരെ പുലരുവോളം ഇരുന്നിരുന്ന നിരവധിയായ ഓർമ്മകൾ. ഒരുപക്ഷെ ബാബുവിൻ്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ പലരും പങ്കെടുത്തു. കോളേജുകളിൽ നിന്നും നിരവധിയായ സുഹൃത്തുക്കളൊക്കെയുള്ള ബാബുവിൻ്റെ വീട്ടിൽ വരികയും കലാസമിതിയിലൊക്കെ വരികയും തുടർന്ന് അവിടെ പാതിര പുലർച്ച നേരം വരെ പങ്കിടുകയും പിന്നീട് അവിടെ തന്നെ ഉറങ്ങുകയും നേരം വെളിച്ചായാൽ വലിയൊരു ഗ്രൂപ്പായി മണലിപ്പുഴയിൽ കുളിയൊക്കെ കഴിഞ്ഞ് ആ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ചായ കുടിച്ച് പിരിയുന്ന, അത്രയും ആ നാട്ടിലേക്ക് ഒരുപാട് കലാകാരന്മാരെ ബന്ധപ്പെടുത്തുന്നതിനും ഞങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾക്ക് ബന്ധം ഉണ്ടാവുന്നതിനൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് ഇടക്കാലത്ത് പുസ്തകശാലയൊക്കെയായി ബന്ധപ്പെട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയി പോയി. പിന്നീട് സജീവമായി വീണ്ടും അവിടുത്തെ പൊതുപ്രവർത്തന രംഗത്തും സഹകരണ ബാങ്കിലും ഒക്കെ ഡയറക്ടറായും പുരോഗമന പ്രസ്ഥാനത്തിലൊക്കെ സജീവ പ്രവർത്തനമായി ബാബു സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ മരിച്ച ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് തൊഴിലാളികൾ ബാബുവിനെ കാണാൻ വേണ്ടി വന്നു. ഏതാണ്ട് 1 വർഷത്തോളം നീണ്ടു നിന്ന യൂണിവേഴ്സിറ്റിയിലെ അവാർഡ് തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന സമരം ഉണ്ടായിരുന്നു. ഞങ്ങൾ സമരകേന്ദ്രത്തിൽ ചില ഉദ്ഘാടനങ്ങളും അല്ലെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ പോയി സംസാരിച്ച് പോരെങ്കിൽ കൂടി ഏതാണ്ട് 1 വർഷത്തോളം തന്നെ ഒരു ഉച്ചനേരങ്ങളിൽ കണക്കാക്കിയ സമരകേന്ദ്രത്തിൽ ചെന്ന് പാട്ടും ആഘോഷമായി അവരോടൊപ്പം പങ്കെടുപ്പിച്ച നിരവധിയായ സ്ത്രീകൾ ഉൾപ്പെടെ ബാബുവിനെ കാണാൻ വേണ്ടി വരുന്നൊരു കാഴ്ച ഉൾപ്പെടെയുണ്ട്. ഒരു സുഹൃത്ത് അതോടൊപ്പം തന്നെ ഒപ്പം പ്രവർത്തിക്കുകയും വിട്ടുപോവുകയും ചെയ്തതിൻ്റെ ഒരു വേർപാട്. ആ ഓർമ്മകൾ നമ്മളിവിടെ സഞ്ചരിക്കുകയാണ്, നിങ്ങളിലൂടെ ആ ഓർമ്മകൾ സഞ്ചരിക്കുന്നുണ്ടാകും. ആ ഓർമ്മകൾ ഇതുപോലെ തന്നെ സഞ്ചരിക്കട്ടെ. നന്ദി, നമസ്കാരം. അടുത്തത് ഡോക്ടർ ശശീന്ദ്രൻ കളത്തിൻ്റെ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയുന്നില്ല. 3:30 മുതൽ ബാബുവിൻ്റെ സ്മരണകൾ ദീപ്തമായ
ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും. വ്യത്യസ്തമായി എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ കുടുംബം താളമേളവാദ്യങ്ങളുടെയൊക്കെ ഒപ്പം ജീവിക്കുന്നവരാണ്. ഇപ്പോൾ ബാബുവിൻ്റെ മരണത്തിൻ്റെ സ്റ്റാറ്റസ് ഞാൻ ഇട്ടപ്പോൾ എൻ്റെ തറവാട്ടിലുള്ള ഒരുപാട് സഹോദരങ്ങൾ ബാബുവിൻ്റെ ഈ മേളത്തിനൊക്കെ ബാബു പലപ്പോഴും കൊമ്പുവാദനവുമായി സഹകരിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അനുജൻ ഉൾപ്പെടെ. മറ്റൊന്ന്, ഈ കഴിഞ്ഞ പുലിക്കളിയിൽ ആണ് അവസാനമായി ഞാനും ബാബുവും ജഡ്ജ്മെൻറ്റിന് ഒരുമിച്ചിരിക്കേണ്ടി വരുന്നത്. ഓരോ പുലിക്കളി അംഗം പോകുമ്പോഴും അതിൻ്റെ താളമേളങ്ങളെക്കുറിച്ചും അതിൻ്റെ ആശാനെക്കുറിച്ചും ബാബു എന്നോട് വ്യക്തമായി പറയാറുണ്ട്. ആ വരുന്ന ഗ്യാപ്പുകളിലെല്ലാം തന്നെ അവൻ നാടൻ പാട്ടുകൾ മൂളുകയും അത് എനിക്കറിയാവുന്ന രീതിയിൽ പകർന്നു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വേദികളിലൊന്നും ഞങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും പങ്കിടേണ്ടി വന്നിട്ടുള്ള ഓർമ്മകൾ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ ഓർമ്മയിലുള്ള അവാർഡ് എൻ്റെ കൂട്ടുകാരിയായ ജയസർക്ക് കിട്ടിയതിൽ അതീവ സന്തോഷമുണ്ട്. നന്ദി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഡോക്ടർ സുദർശന വേദിയിലുണ്ട്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബാബുമലയിൽ അയൽവാസിയാണ്. പാർട്ടിയിൽ സഹപ്രവർത്തകനാണ്. അതുപോലെ സംഘടനാപരമായിട്ട് അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളും കൂടിയാണ്. ഇവിടെ ബാബുവിനെ പറ്റി പറയുന്നത് പ്രസിദ്ധമായിട്ടുള്ള കൊമ്പുവാദ്യ കലാകാരനും നാട്ടുകലാകാരനും പത്രപ്രവർത്തകനും നടനും എല്ലാം കൂടെ ഒരു ബഹുമുഖ പ്രതിഭയായിട്ടാണ് നമുക്കെല്ലാവർക്കും ബാബുവിനെ അറിയുന്നത്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനവും. ഈ സ്മരണികയിൽ പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിൽ അതിൻ്റെ ഫലമായിട്ട് ഒട്ടേറെ ദുരിതങ്ങളും വേദനകളും അതുപോലെ തന്നെ അവഗണനകളും തോൽവികളും നേരിടേണ്ടി വന്ന ഒരു ജീവിതമായിട്ട് ഇതിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ഒരുപക്ഷെ ബാബുവായിട്ട് അടുത്ത് പെരുമാറിയിട്ടുള്ള അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരുപക്ഷെ അത് വളരെ ഒരു വേദനാജനകമായിട്ട് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ബാബു പാട്ട് പാടുകയും വളരെ ആനന്ദത്തോടുകൂടിയാണ് അദ്ദേഹം പാടുന്നത്. അത് കേട്ട് നമുക്കും ആനന്ദം വരും. പക്ഷേ ബാബുവിൻ്റെ സ്ഥായിയായിട്ടുള്ള ഒരു ഭാവം അതൊരു ദുഃഖത്തിൻ്റെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള കഷ്ടതകളുടെ ഫലമായിട്ടാണ്. ഇവിടെ പലരും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് നേരിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ബാബു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അടുത്ത് പരിചയമുള്ള ആൾ തന്നെയാണ്. ബാബുവിൻ്റെ ചികിത്സിച്ചിട്ടും കൂടിയുള്ള ആളാണ്. അപ്പോൾ ഒരു കലാകാരൻ എപ്പോഴും മിക്കവാറും വളരെ ദരിദ്രനായിട്ടാണ് നമുക്ക് അറിയപ്പെടുന്നത്. അതേസമയം സംസ്കാരത്തിൽ അവൻ വലിയ സമ്പന്നനുമായിട്ട്. അപ്പോൾ പൊതുപ്രവർത്തനം ചെയ്യുന്ന കലാകാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിദരിദ്രനായിരിക്കും. ആ അതിദരിദ്രനായിട്ടുള്ള ബാബുവാണ് പൊരിവെയിലത്ത് നട്ടുച്ചയ്ക്ക് പൊള്ളുന്ന റോഡിൽ അസമത്വത്തിനും അനീതിക്കുമെതിരെ തൊണ്ട പൊട്ടുമാറ് പാടി നമ്മുടെ മുന്നിൽ തന്നെ ഒരു വലിയ വിപ്ലവകാരിയായിട്ട് ജീവിച്ചത്. അപ്പോൾ അത്രത്തോളം സംഭവ ബഹുലമായിട്ടുള്ളൊരു ജീവിതമാണ്. അതുകൊണ്ടാണ്
ഇപ്പോൾ ഇത്രയും ആളുകൾ ബാബുവിൻ്റെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ എത്തിച്ചേർന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കെല്ലാം ബാബുവിനോടുള്ള അടുപ്പം തന്നെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളോടൊപ്പം സഞ്ചരിക്കുന്നതോടൊപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്ത് നടത്തണം. അദ്ദേഹത്തിൻ്റെ ഈ സ്മരണ അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഈ അവാർഡ് പോലുള്ള, അതുപോലെ തന്നെ സ്മരണിക, അതെല്ലാം ഏറ്റവും ഉചിതമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമുക്ക് ഒരു പാഠമായിട്ട് ഏറ്റെടുക്കാവുന്നതാണ്. ഞാൻ അനുകരിക്കുന്നതെന്ന് പറയുന്നില്ല, പക്ഷെ അനുകരിക്കാൻ അതൊക്കെ വലിയ ശരിക്കും കഷ്ടപ്പാട് നിറഞ്ഞ തന്നെ ആയിരിക്കും അത് അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക്. ഒരുപക്ഷെ എല്ലാവർക്കും അത് സാധിക്കുകയില്ല. അതേസമയം ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കാനുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയാണ് ബാബു ചിന്തിച്ചതും പ്രവർത്തിച്ചതും ജീവിച്ചതും. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ ബാബുവിൻ്റെ സ്മരണകളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ് KN സനിലിനെ ക്ഷണിക്കാം. ബാബുവേട്ടനെ കുറിച്ച് ഇവിടെ വന്ന് ഇങ്ങനൊരു സംസാരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ആലോചിക്കാത്ത ഒരു കാര്യം. പലരും നിരവധി ഓർമ്മകൾ പങ്കുവച്ചു. ഓരോരുത്തർക്കും ഓരോ ബാബുവുണ്ട്. ഒരു ചെറിയ ജീവിതത്തിനുള്ളിൽ ഒരുപാട് ജീവിതങ്ങൾ ജീവിച്ചു പോയ ഒരു മനുഷ്യൻ. എൻ്റെ മനസ്സിലിപ്പോഴും ബാബുവേട്ടൻ എവിടേക്കോ ഒരു പരിപാടിക്ക് പോയി എന്നുള്ളത്. കാരണം ബാബുവേട്ടനെ അവസാനമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ മകൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പുറത്തു പോകുന്ന ഒരു ഘട്ടത്തിലാണ് പ്രേമേന്ദ്രൻ്റെ മെസ്സേജ് വരുന്നത്, ബാബു ആശുപത്രിയിലാണ് ഒരു ഞായറാഴ്ച. അതിന് തൊട്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ബാബു ഫോണിൽ വിളിച്ച സഖാവ്, ഞാൻ ഡിസ്ചാർജ് ആവും, ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോകും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അന്ന് ബാബുവിനോട് യാത്ര പറഞ്ഞിറങ്ങിയതാണ്. പിന്നീട് അറിയുന്നത് വളരെ അത്യാസന്ന നിലയിൽ ബാബു ആശുപത്രിയിലെത്തി എന്നുള്ളവരാണ്. ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ അത്തരത്തിലുള്ള ബാലപാഠങ്ങളൊന്നുമില്ലാതെ തന്നെ വന്ന് പച്ചയായ മനുഷ്യൻ്റെ ജീവിതങ്ങളോട് ഇടപെട്ട് ബാബു ചെയ്ത ഒരുപാട് വർക്കുകളുണ്ട്. പലപ്പോഴും അത്ഭുതപ്പെടുന്ന ബാബുവിനെ പല പരിപാടികൾക്കും വേണ്ടി വിളിക്കും. ബാബുട്ട് എന്നെ പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് നാടൻ പാട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് ചെണ്ട കൊട്ടാൻ നിൽക്കാവുന്ന പറയും. നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ കൊട്ടിപ്പാടുന്നുണ്ടാവും. ബാബു പെട്ടെന്ന് ചാടി ഇറങ്ങി ഷർട്ടിട്ട് മുമ്പിൽ വന്ന് നിന്നൊരു ഫോട്ടോ എടുക്കും, ലിസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും ആ പരിപാടി കഴിയുമ്പോൾ വീണ്ടും ഈ ഷർട്ട് ഊരിയിട്ട് ബാബു കൊമ്പ് വിളിക്കാനോ പാട്ട് പാടാനോ പോകുന്നൊരു ബാബു. ഏറ്റവും അവസാനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടിക്കാട് നടന്ന പരിപാടിയിൽ പോലും അതിനുശേഷം വീണ്ടും ഈ ഒരു ഘട്ടത്തിൽ അസുഖത്തിന് ശേഷം സജീവമായി രംഗത്തിറങ്ങി. ആ പരിപാടി കഴിഞ്ഞോടുകൂടി ബാബു വീണ്ടും ഒരു രോഗത്തിൻ്റെ ഇതിലേക്ക് മാറിപ്പോകുന്ന ഒരു ഘട്ടമാണ്. ആശുപത്രി ഒരാഴ്ചയ്ക്ക് മുമ്പ് വീട്ടിൽ ഉമ്മറത്തെ കട്ടിൽ ഇരുന്ന് ഞങ്ങളോട് സംസാരിച്ച ബാബുവാണ് ഇപ്പോഴും മനസ്സിലുള്ളത്. ആ ബാബുവേട്ടനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് വഹിക്കുന്നു. അടുത്തത് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു സംസാരിക്കും. നമ്മുടെ പരിപാടി പെട്ടെന്ന് തന്നെ തീർക്കേണ്ടതുണ്ട്, അനുസ്മരണ പരിപാടി. ഇനിയുള്ള സംസാരിക്കുന്നവരൊക്കെ ഏതാനും ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിച്ച് നമ്മുടെ അനുസ്മരണ പരിപാടി
കഴിച്ച് മറ്റ് നാടൻപാട്ടും അതുപോലെ തന്നെ കാളക്കളി അടക്കമുള്ള പരിപാടികളുണ്ട്. അതിലേക്ക് കടക്കേണ്ടതുണ്ട്. ബാബുവിൻ്റെ അനുസ്മരണത്തിൽ ഞാൻ എത്രാമത്തെ പ്രാസംഗികനാണെന്ന് അറിയില്ല. എനിക്ക് ഞാൻ വരാൻ കുറച്ച് വൈകിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാബുവിനെ കുറിച്ച് ഒട്ടേറെ അടുത്ത പരിചയമുള്ള ആളുകൾ ഈ സദസ്സിൽ തന്നെയുണ്ട്. അവിടുത്തെ പാർട്ടിയുടെ LC സെക്രട്ടറി ദിലീപ് ഏട്ടുണ്ട്, അഡ്വക്കേറ്റ് രജിത്തുണ്ട്, സുരേഷ് ഏട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ കാണാം. എനിക്ക് പേരെടുത്ത് പറയാവുന്ന മൂർഖിനിക്കരക്കാർ ഇവിടെ ഈ സദസ്സിൽ തന്നെയുണ്ട്. ബാബുവിനെ സംബന്ധിച്ച് ഇപ്പോൾ പലരും പല കോണുകളിലാണ് പറഞ്ഞത്. ഞാൻ ബാബുവിനെ കാണുന്നത് വിദ്യാർത്ഥി സമരത്തിൽ ലാത്തിചാർജേറ്റ കേരളോർമ്മ വിദ്യാർത്ഥി പ്രവർത്തകൻ എന്ന നിലയിലാണ്, SFIയുടെ പ്രവർത്തകൻ എന്ന നിലയിലാണ് ബാബുവിനെ ആദ്യമായി കാണുന്നത്. അതിനുശേഷം നിരവധി ആളുകൾ പല കാര്യങ്ങളും ഇവിടെ സംസാരിച്ചിട്ടുണ്ടാവും. പിന്നീട് അദ്ദേഹം ഏറ്റവും അവസാനം ദേശാഭിമാനിയുടെ മണ്ണുത്തി ഏരിയ ലേഖനായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാകുന്നത്. അപ്പോൾ ചില വാർത്തകൾ വരുന്ന കാര്യത്തിൽ ബാബുവിന് നിർബന്ധമുണ്ടായിരുന്നു. ബാബുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒളകര ഉന്നതി സന്ദർശിക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ബാബുവിനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബാബുവിനെ അവിടേക്ക് ആദ്യമായി കൊണ്ടുപോയ ഒരാൾ ഞാനായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിലും അല്ലെങ്കിൽ ഒളകരയിലേക്ക് പോകുന്നത് ഒരു ദുർഘടം പിടിച്ച ഒരു കാര്യമാണ്. വാണഞ്ചേരിയിലെ ചന്ദ്രേട്ടനൊക്കെ കൂടി അവർക്കറിയാം. പിന്നീട് ബാബു അവിടുത്തെ കാര്യങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാനും മണിയങ്കിണറിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനും ഒരു വല്ലാത്തൊരു ഉത്സാഹം, മറ്റു വാർത്തകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ വാർത്തകൾ വരണം എന്ന് പറയുന്ന ഒരു നിർബന്ധം ബാബുവിനുണ്ടായിരുന്നു. അതുതന്നെയാണ് ബാബു ഉയർത്തിപ്പിടിച്ച മാനവികത എന്ന് പറയുന്നത്. മരിക്കുന്നതിന് 2-3 ദിവസം മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. ബാബുമായി സംസാരിച്ചപ്പോൾ ബാബുവിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം സുഖമില്ലാതിരിക്കുക, ഈ പ്രമേഹ രോഗിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റിയാണ് ബാബു കൂടുതൽ നേരം എന്നോട് സംസാരിച്ചത്, ബാബുവിനെ കുറിച്ചായിരുന്നില്ല. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ വളരെ ഉത്കണ്ഠപ്പെട്ട് അത് ശ്രദ്ധിക്കാവുന്ന ഒരു രാഷ്ട്രീയം ബാബു ഉയർത്തിപ്പിടിച്ചിരുന്നു. പിന്നെ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ബാബുവിനെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ ഒരു ജോലി ഇതിൻ്റെ പിന്നിലുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത ഡേവിസ് ഏട്ടനും PD പൗലോസ് ഏട്ടനും അതുപോലെ തന്നെ പ്രകാശ് ബാബു മാഷും പിന്നെ സംഘാടകരായിട്ടുള്ള മുഴുവൻ പേരും ഒരു വളരെ അംഗീകാരം ഇതിൻ്റെ പിന്നിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ വേണമെങ്കിൽ നമുക്കാരും ശ്രദ്ധിക്കാതെ നമുക്ക് പരസ്പരം സംസാരിച്ച് പിരിഞ്ഞു പോകേണ്ട ഒരു കാര്യത്തിൽ നിന്ന് മുഴുവൻ ആളുകളെ, ഈ ജില്ലയിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ, ചിന്നിച്ചിതറി നിൽക്കുന്ന ആളുകളെ ഒരേ സമയം ഇവിടേക്ക് കൊണ്ടുവന്ന് ബാബു മലയിലിൻ്റെ ഒരു അനുസ്മരണ പ്രഭാഷണവും അതുപോലെ തന്നെ അതിനൊരു അവാർഡും ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. എനിക്കറിയാം, ഈ പരിപാടിക്ക് 2-3 ദിവസം മുമ്പ് ഈ പരിപാടിയിൽ ആളെ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ഡേവിസ് ഏട്ടനും പൗലോസ് ഏട്ടനും എൻ്റെ അടുത്തേക്ക് വരുമ്പം പെരുമഴയാണ്. പെരുമഴയത്തൊരു പൗലോസ് ഏട്ടൻ്റെ സ്കൂട്ടറിലാണ് എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആശങ്ക എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പലരെയും കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിയിണക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും ഇവർ കണ്ടു. ഇപ്പോൾ പോൾസേട്ടുണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനും ഉണ്ട്. അപ്പോൾ നമ്മളും അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഒരു ശ്രദ്ധേയമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടത്തിയത്. ഇനിയും നമുക്ക് ബാബുവിനെ ഓർക്കേണ്ടതുണ്ട്. ബാബു ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മളിൽ കൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സത്യൻ അറിവ് 2 വാക്ക് സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കാം. ഈ വൈകിയ വേളയിൽ അധികമൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അവസാനമായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് തെരുവ് നാടകമായി രംഗത്തിറങ്ങിയത്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ കെ രാജൻ്റെ വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അഹോരാത്രം ഞങ്ങൾ കഷ്ടപ്പെട്ടു. അതിൻ്റെ വിജയം ഞങ്ങൾക്ക് ആഹ്ലാദിക്കാനും പറ്റി. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ബാബുവിനെ അർഹിക്കുന്ന അംഗീകാരം പല മേഖലകളിൽ നിന്നും
കിട്ടാതെ പോയി. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഇനിയും അത്തരത്തിലുള്ള ഒരുപാട് കലാകാരന്മാർ ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരെയും മരിച്ചതിന് ശേഷം സ്മരിച്ചിട്ട് കാര്യമില്ല. അല്ലാതെ തന്നെ സ്മരിക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ആളുകളിലേക്കുണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ബാബുവിൻ്റെ മരണം ഇതിന് ശേഷം ഇത് സംഘടിപ്പിച്ചത് സംഘാടകരുടെ തെറ്റാണോ? ഒരിക്കലുമല്ല. ഇങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ബാബുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായി മാറും എന്നാണ് ഡേവിസ് ഏട്ടനോടും പി ഡി പൗലോസ് ഏട്ടനോടൊക്കെ ഉള്ള ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒരു ദശകം ഇവിടെ ഇത് വിട ചൊല്ലി മറയുന്നു, ഒരു പൂമര കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. അടുത്തത് ഈ മൂർക്കനിക്കര UP സ്കൂളിലെ PTA പ്രസിഡൻ്റായിരുന്നു ബാബു. അതേ സമയത്ത് തന്നെയായിരുന്നു അവിടുത്തെ അച്ഛന്മായിരുന്ന പത്മിനി ടീച്ചർ. പത്മിനി ടീച്ചർ വേദിയിലുണ്ട്, 2 വാക്ക് സംസാരിക്കും. വേദിയിലും സദസ്സിലും ഉള്ള പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ ഇപ്പം സുരേഷ് സഖാവ് എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് പത്മിനി KS എന്നാണ്. മൂർക്കനിക്കര സ്കൂളിൽ 15 കൊല്ലക്കാലം HM-ആയി ജോലി ചെയ്ത ആളാണ് ഞാൻ. ഇപ്പോൾ ഈ ഒരു അവസരം ചോദിച്ചു വാങ്ങിയതാണ്. കാരണം എനിക്ക് ബാബുവിൻ്റെ സ്മരണ നിലനിർത്തുന്ന ഈ അന്തരീക്ഷത്തിൽ ബാബുവിനെക്കുറിച്ച് 2 വാക്ക് പറയാതെ പോകാൻ വയ്യ. ഒരുപാട് ഓർമ്മകളുണ്ട്. സമയം ഇല്ല എന്നും എനിക്കറിയാം. ചുരുങ്ങിയ വാക്കുകളിൽ, ഞാൻ മൂർക്കനിക്കര 2006 HM-ആയിട്ട് അവിടെ ജോലിക്ക് കയറുന്നത്. ഇന്ന് ഇവിടെ ഇരിക്കുന്നവരും അവിടെ ഇരിക്കുന്നവരും പലരും ഇന്ന് ആ സ്കൂള് കണ്ടിട്ടുണ്ടാവും. ആ സ്കൂള് അങ്ങനെ ആവുന്നതിന് മുമ്പ് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത്. ആ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് തരണം ചെയ്യാൻ ഓരോരുത്തരെയും സമീപിക്കുമ്പോഴും പലർക്കും അതിന് പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ എല്ലാവരെയും കൂട്ടിപ്പിടിക്കണമെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയേ മതിയാകൂ എന്ന് മനസ്സിലായ സന്ദർഭത്തിൽ അവിടുത്തെ കലാകാരന്മാരും പ്രശസ്തരും ആയിട്ടുള്ള ആളുകളെ ഒക്കെ കാണുകയും എടുക്കുകയും ഒക്കെ ചെയ്ത കൂട്ടത്തിൽ ഞാൻ ബാബുവിനെയും പരിചയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ബാബുവിനോട് സംസാരിച്ചപ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുകയും അതിൽ നിന്ന് ടീച്ചറെ നമുക്ക് ഒത്തൊരുമിച്ച് നോക്കാം എന്ന് പറയുകയല്ല, എല്ലാവരും പറഞ്ഞ് എന്ത് കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഞാൻ എന്തുവേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞങ്ങ് പോവുക സാധാരണ പതിവാണ്. പക്ഷേ ബാബു അങ്ങനെ ആയിരുന്നില്ല. പഴയ അറ്റൻഡൻസ് രജിസ്റ്ററുകൾ മുഴുവൻ ആള് പഠിച്ച കാലത്തല്ല, അതിനു മുമ്പ് പണ്ടത്തെ പൊടിഞ്ഞ് ദ്രവിച്ച, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, അറ്റൻഡൻസ് രജിസ്റ്ററുകളും അഡ്മിഷൻ രജിസ്റ്ററുകളും എല്ലാം നോക്കിയെടുത്ത് പൊടിഞ്ഞ അഡ്മിഷൻ രജിസ്റ്ററുകളിൽ നിന്ന് പേജുകൾ പൊടിഞ്ഞു പോയത് കൂട്ടി വെച്ച് ചേർത്തുകൊണ്ട് ഓരോരുത്തരുടെയും അഡ്രസ്സ് തേടിപ്പിടിച്ച് അവരൊന്നും ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത ഘട്ടത്തിൽ എല്ലാവർക്കും ഞങ്ങൾ പോസ്റ്റ് കാർഡ് വാങ്ങിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വേണ്ടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് കത്ത് എഴുതി തയ്യാറാക്കി അയക്കുകയുണ്ടായി. ആദ്യത്തെ 1-2 മീറ്റിങ്ങുകളിൽ കൈവിരലിൽ എണ്ണാവുന്ന അത്ര മാത്രം ആളുകളാണ് വന്നത്. പക്ഷേ നിരാശരായില്ല. എനിക്ക് വിഷമായപ്പം ബാബു എന്നോട് പറഞ്ഞു, ടീച്ചറെ വിഷമിക്കണ്ട, നമുക്ക് ഇവിടെ തന്നെയുണ്ട് കുറേ ആളുകൾ, അവരെ നമുക്ക് കൂട്ടിപ്പിടിക്കാം, അവരുടെ സഹായത്തോടുകൂടി പഴയവരെ നമുക്ക് വീണ്ടും അവരെവിടെയാണെന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പല ആവർത്തി
ആ ശ്രമം നടത്തി അവസാനം അത് വിജയിക്കുകയാണ് ഉണ്ടായത്. ആ കൂട്ടത്തിൽ ബാബുവിൻ്റെ അടുത്ത് കുട്ടികളില്ലാത്ത വലിയൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥ മറികടക്കുന്നതിന് വേണ്ടി പല തന്ത്രങ്ങളും പ്രയോഗിച്ച് മടുത്തു. അവസാനം ഞാൻ ബാബുവിനോട് പറഞ്ഞു, നമുക്ക് ബാബുവിൻ്റെ കുട്ടിയെ എന്തുകൊണ്ട് ഇവിടെ ചേർത്തുകൂടാ എന്ന് പറഞ്ഞ്. അപ്പോൾ കൊഴുക്കുള്ളി അപ്പുറത്ത് എയ്ഡഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തി. അവന് ഒരു ഉൾവലിയുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. കുറച്ച് നാൾ കൊണ്ട് അവൻ്റെ ആ സ്വഭാവമൊക്കെ നന്നായിട്ട് മാറ്റം വന്ന് പഠനത്തിൻ്റെ ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പം അവിടെ നിന്നുള്ള മറ്റു പല കുട്ടികളും അവിടേക്ക് വരികയും അവിടുത്തെ സിസ്റ്റർമാർക്ക് എന്നോടും ബാബുവിനോടും ഒക്കെ ദേഷ്യമായി തുടങ്ങിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് വരിക മാത്രമല്ല, പിന്നീട് PTA പ്രസിഡൻ്റായി. PTA പ്രസിഡൻ്റായിരിക്കുമ്പോഴും പല പ്രവർത്തനങ്ങൾ, കൃഷി, ജൈവ കൃഷി നമുക്ക് ചെയ്യാം, അതിനെന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള പരിഹാരം പിറ്റേ ദിവസം അതിന് വേണ്ടുന്ന പച്ചക്കറിയുടെ വിത്ത്, വളം, ചകിരിച്ചോറിൻ്റെ എന്താ പറയുക ബ്രിക്ക് ഉണ്ടല്ലോ, ഇതെല്ലാം സഹിതം വരിക മാത്രമല്ല മണ്ണും കൂട്ടി കലർത്തി അത് കൃഷി ചെയ്യാനായിട്ട് മുമ്പിട്ടിറങ്ങി. എന്നോടൊപ്പം ഞാനുണ്ടായിരുന്നു, വേറൊരു മാഷുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് 4 മണിക്ക് ശേഷം കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ അത്തരം പണികളിൽ ഏർപ്പെട്ട് നന്നായിട്ട് കൃഷി ഉണ്ടായിട്ടുണ്ട്. അവിടെ അറിയാം അല്ലേ, സുദർശൻ സാറിനെയൊക്കെ അറിയാം. അപ്പോൾ അവിടേക്ക് നിരന്തരം അതിൻ്റെ പിന്നാലെ കടന്നു വന്ന കുറേ വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ എനിക്ക് ബാബുവിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നീട് 100ാം വാർഷികം വരുമ്പോൾ കുറേ പരിപാടികൾ പ്ലാൻ ചെയ്ത് എന്താ പറയേണ്ടത്, നമുക്ക് ഓരോ മാസവും ഓരോ സാഹിത്യ പരിപാടികളും കലാപരിപാടികളും ഒക്കെ സംഘടിപ്പിക്കണം എന്ന് പറയുകയല്ല, അതിന് വേണ്ടുന്ന ആളുകളെ അവിടെ കൊണ്ടുവരികയും കുട്ടികൾക്ക് ക്യാമ്പ് കൊടുക്കുകയും. ഇവിടെ ഇരിക്കുന്നുണ്ട് ശ്രീ ഗണേഷ്, ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, നാടക പ്രവർത്തകൻ. കൊണ്ടുവന്ന് കുട്ടികൾക്ക് പ്രശസ്തരായിട്ടുള്ള ആളുകളെ, അതുപോലെ പ്രിയനന്ദൻ സാറ്, ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഇങ്ങനെ കുറേ ആളുകളെ അവിടെ കൊണ്ടുവരികയും കുട്ടികൾക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ, പറയാൻ ഒരുപാടുണ്ട്, സമയക്കുറവുണ്ട് എനിക്കറിയാം, അതുകൊണ്ട് കുറഞ്ഞ വാക്കുകളിൽ നിർത്തുകയാണ് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിലും മുമ്പോട്ട് വന്ന് ആ ഒരൊറ്റ ആദ്യം മുതൽ അവസാനം വരെ ഒരേ ലെവലിൽ എന്നോടൊപ്പം നിൽക്കുകയും പിന്നീട് ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ മുമ്പോട്ട് വരികയും ഒക്കെ ചെയ്തപ്പോൾ പതിയെ പിന്നോട്ട് വന്ന്, നേരത്തെ രാവണി സാറ് പറഞ്ഞ പോലെ തന്നെ എപ്പോഴും മുമ്പിൽ നിൽക്കാനായിരുന്നില്ല, പിമ്പിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിജയിപ്പിച്ചെടുക്കാനായിരുന്നു ബാബുവിന് എപ്പോഴും താല്പര്യമുണ്ടായിരുന്നത്. അത് തന്നെയല്ല, ചെയ്യുന്ന കാര്യം അത് 100% എത്തണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾ ആ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ പറയും, ബാബു നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് എന്താ കാര്യം, ഓരോരുത്തർ അവരുടെ മനസ്സിൽ തോന്നേണ്ട കാര്യമല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പരസ്പരം അങ്ങനെ പറഞ്ഞുകൊണ്ട് സമവായത്തിലെത്തി പല കാര്യങ്ങളിലും. എന്തായാലും ഇന്ന് കാണുന്ന ആ കെട്ടിടത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അധികം എന്നെ സഹായിച്ചതും മൂർഖനിക്കരയുടെ മുഖഛായ തന്നെ മാറ്റുന്നതിന് വഴി തെളിച്ചതും ബാബുവിൻ്റെ ആദ്യഘട്ടത്തെ പ്രവർത്തനങ്ങളാണ് എന്ന് നിസ്സംശയം പറയാം. പക്ഷേ ആൾക്ക് പിന്നീട് വിഷമമുണ്ടായിരുന്നു. മുമ്പിലേക്ക് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ച ആള് പിന്നീട് തഴയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായോ എന്ന് ആൾക്കുള്ളിൽ പലപ്പോഴും വേദനകളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട്, കലാപരമായാലും മറ്റ് കാര്യങ്ങളിലായാലും പൊതുപ്രവർത്തനത്തിലായാലും വളരെ സജീവമായി നിന്ന ഒരാൾ നമ്മളോടൊപ്പം ഇന്നില്ല. ആളുടെ സ്മരണ, ആൾ മരിച്ചു എന്ന് പറയാൻ ഇപ്പോഴും എനിക്ക് കഴിയുന്നില്ല. ആളുടെ സ്മരണയ്ക്ക് മുമ്പിൽ, കുടുംബങ്ങളുടെ ദുഃഖത്തിന് മുമ്പിൽ ഒക്കെ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബാബുമലയിൽ സർഗമുദ്ര പ്രഥമ അവാർഡ് നേടിയിട്ടുള്ള ജയശ്രീ ആശംസകൾ